ആപ്പിൾ മുറിച്ച് വെച്ചിട്ടുണ്ട്, വന്ന് കഴിച്ചോളോ. ഇവിടെ കേട്ടോ? ആ കേട്ടു. ഹലോ, എനിക്ക് എന്നോട് കാര്യം പറയാനുണ്ട്. ഞാൻ കുറേ ദിവസമായിട്ട് പറയാൻ നോക്കുക. എൽസ പ്ലീസ്. നടക്കില്ല പോൾ. നീ പറയുന്നൊന്ന് കേൾക്ക്. ഇത്രയും നേരം എനിക്കൊന്നും പറയാനായിരുന്നില്ലല്ലോ. നീ പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് പറ്റുന്നില്ലടി. നീയും കൂടെ ഇല്ലെങ്കിൽ സർ ഫുഡ് ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. അല്ല സർ, സാറിൻ്റെ പേരെന്ന് അല്ല, ഒരു മിനിറ്റ് സർ. പോൾ അറിയൽ അല്ല അരക്കൽ സാർ അല്ലേ? ഞാനൊന്നും ആയിരിക്കില്ല. ഞാൻ പോവാൻ നോക്കടോ. അല്ല സർ, ഫുഡ് സർ 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 സർ. നിന്നോടാരും ഉള്ളി വരാൻ പറഞ്ഞേ? പേയ്മെന്റ് കിട്ടിയില്ലായിരുന്നു. എടാ ഞാനല്ലടോ ഓർഡർ ചെയ്തേ. പക്ഷെ സാറിന്റെ പേരിന് ഓർഡർ വന്നേക്കണേ. ഇറങ്ങി പോടാ. 234 ഗൂഗിൾ പേ ഓർ ക്യാഷ്. എനിക്കെന്റെ പൈസ കിട്ടാത്ത പോലെ സർ. പൈസ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? നീ ചാവുന്ന ഞാൻ വിചാരിച്ചേ. ആക്സിഡൻ്റ് പിന്നെ മഴ പെയ്തില്ലേ അതിൻ്റെയാ. ആ പുറത്ത് നല്ല മഴയുണ്ട്. അല്ല മഴ കുറച്ചുണ്ടെങ്കിൽ പോയാൽ മതിയില്ലേ? അയ്യോ മഴ മാറിയിട്ട് നീ പോയാൽ മതി. സന്തോഷം. അല്ല സാറിനെങ്കിലും ധൃതി. ആ നീ പോയിട്ട് വേണമല്ലോ എനിക്ക് തൂങ്ങിച്ചാവാൻ. ഭാഗ്യം. നീ ചായ കുടിക്കോ? ആ മേശപ്പുറത്ത് ആപ്പിൾ ഇരിക്കണ്ടേ? ആ
ചേട്ടൻ്റെ ഒറ്റയ്ക്കാണോ? ആ ഒറ്റയ്ക്കാ. ഓ അപ്പോൾ ഫാമിലി? വാ. ഇരിക്കടാ. ആ എന്നാലും ഞാനല്ലടാ ഓർഡർ ചെയ്തത്. അല്ല സാർ, പേരും അഡ്രസ്സും സെയിം ആയതുകൊണ്ടാണ് ഞാൻ. അതാ എനിക്കും മനസ്സിലാവാത്തത്. അല്ല സാർ, അത് വിട്ടേരെ, കുഴപ്പമില്ല. അല്ല അപ്പം നീ സ്റ്റുഡൻ്റ് ആണോ? ആ, ഞാൻ മറ്റേ BSW പഠിച്ചതായിരുന്നു. ഓ, അപ്പം ജോലിയുടെ കാര്യത്തിലൊരു തീരുമാനമായല്ലോ. ആ ആ ആ അത് വേണ്ട. അല്ല, ചേട്ടൻ എന്താ ചെയ്യണേ? ഞാൻ ബാങ്കിലായിരുന്നു. ആയിരുന്നു വെച്ചാ? ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പല്ല. ആ ആ സൂപ്പർ. അല്ല, ചേട്ടന് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. പിന്നെ ഉണ്ടായിരുന്നത് അമ്മയാ. ഇപ്പം അമ്മയും. എൻ്റെ അവസ്ഥ തന്നെയാണ്. പപ്പയും അമ്മയും 4 വർഷം മരിച്ചായിരുന്നു. പിന്നെ ആളുകൾ അനിയന, അവന് ചെറുതാ. അപ്പോൾ നിങ്ങളെ ആരാ നോക്കുന്നേ? ബന്ധുക്കാർ കുറച്ച് പേരുണ്ട്, അവർ കുറച്ച് സഹായിക്കും. പിന്നെ ബാക്കി ഞാൻ തന്നെ. പിന്നെ അവൻ അവൻ്റെ വീട്ടിലാണ്, ഞാനാണ് ഇവിടെയും. എന്നിട്ട് പണി കഴിഞ്ഞാൽ പോവാതിരിക്കുകയായിരുന്നു. എല്ലാം കൊണ്ടും നല്ല കഷ്ടപ്പാടാണല്ലേ. അവന് വേണ്ടി എല്ലാം. ആ കുറേ എഴുത കേട്ടാ, ഞാൻ കയ്യിൽ വെച്ചേക്കുന്ന അവൻ. ആ ആ അവൻ കുറേ എഴുതും, എന്നിട്ട് അവസാനം എന്നോടത് വായിപ്പിക്കും. എന്നിട്ട് ഞാൻ വായിക്കുമ്പോൾ അവനെ നോക്കിയിരിക്കും, എനിക്ക് ചിരി വരുന്നുണ്ടോ, ഇഷ്ടപ്പെടണോ എന്ന് അറിയാനായിട്ട്. സത്യം പറഞ്ഞാൽ എനിക്കത് വായിക്കുമ്പോൾ ചിലൊന്നും മനസ്സിലാവില്ല. പിന്നെ അവൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി അവൻ ചിരിച്ച് കാണിക്കും. അത് കാണുമ്പോൾ അവൻ്റെ ഒരു ചിരിയുണ്ട്, പല്ലൊക്കെ കാണിച്ച് ഒരു ചിരി. സത്യം പറഞ്ഞാൽ അത് മതി, കഷ്ടപ്പാടൊന്നും അറിയില്ല. അനിയൻ എന്തൊക്കെ കഥകളാ എഴുതാ? അല്ല, അവൻ ദുഃഖ വെള്ളിയാഴ്ച കഥ ചെയ്തിട്ടുണ്ട്. ദുഃഖ വെള്ളിയാഴ്ച ഓൾറെഡി ബൈബിളിൽ ഉള്ളതല്ലേ? അല്ല, ബൈബിളുണ്ട്, പക്ഷെ അങ്ങനെയല്ല. ഇതൊരു പുതിയ വേർഷൻ പോലെ. എന്ന് വയ്ക്കുമ്പോൾ ഒരു നന്മയുള്ള മനുഷ്യൻ ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടി, അവരുടെ തെറ്റിന് വേണ്ടി സ്വയം മരിക്കുന്നു. ആ ഒരു സംഭവം. നമ്മൾ പക്ഷെ അതിന് ദൈവമൊന്നുമല്ലല്ലോ, മനുഷ്യരല്ലേ. ഈ ബാക്കിയുള്ളവർക്ക് വേണ്ടി മരിക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി ജീവിക്കുന്നതല്ലേ നല്ലത്, അല്ലേ? ചേട്ടൻ ശരിയാണ്. പക്ഷെ ഞാൻ പറയട്ടെ, എൻ്റെ അപ്പനും മരിച്ചപ്പോൾ എനിക്ക് 18 വയസ്സായിരുന്നു. വീട്ടിലുള്ള എല്ലാ ഭാരങ്ങളും തലയിലായിരുന്നു. എൻ്റെ അനി എപ്പോഴും ചെറുപ്പമാണ്. അപ്പോൾ ഞാൻ മരിക്കുകയാണെങ്കിൽ അവന് ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന അവസ്ഥ വരില്ല. ഞാൻ ഈ ഓടുന്ന പോലെ അവന് ഓടുന്ന അവസ്ഥ വരില്ല. അവൻ എല്ലാം കൂടി നോക്കിക്കോളും. അവന് പിന്നീട് നല്ലൊരു ജീവിതം ഉണ്ടാവും. പക്ഷെ നീ മരിച്ച അവൻ്റെ മുഖത്ത് ആ ചിരി പോവില്ലേ? ആ പോവും. നിന്റെ പോക്കറ്റിലെന്താ? ഇതോ? ഇത് തേൻമിഠായി. ഇത് അവന് വേണ്ടി ഉള്ളതാ. ഞാൻ 1 വർഷം ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവന് വാങ്ങിക്കാനുള്ളതാ. അവന് അത്ര ഇഷ്ടമാണോ? അയ്യോ, ഇത് ഭയങ്കര ഇഷ്ടം അവന്. ആ ഇതാദ്യം അമ്മയ്ക്കിന് വാങ്ങിച്ചുകൊണ്ടിരുന്ന, പിന്നെ ഇപ്പം ഇതില്ലാതെ അവന് പറ്റൂല. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ആപ്പിളും. ചേട്ടാ എപ്പോഴും അമ്മയെ ഓർക്കാറുണ്ടോ? എപ്പോഴും. നിനക്ക് അനിയനെങ്കിലും ഇല്ലേ? എനിക്ക് പറ്റണില്ലടാ. ചേട്ടാ പറഞ്ഞില്ലേ നമ്മൾ ബാക്കിയുള്ള ആർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന്? ഞാൻ ആർക്കാരെയും പറയട്ടെ, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സമയത്തായിരിക്കും അവർ നമ്മളെ വിട്ടിട്ട് പോകണം.
അപ്പോഴും നമുക്ക് നമ്മളില്ലേ? നമുക്ക് വേണ്ടി നമുക്ക് ജീവിച്ചൂടെ? മഴ കുറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ പതുക്കെ വിട്ടോട്ടെ. ദേ, ഞാൻ പോയിന്ന് വിചാരിച്ചപ്പോൾ തൂങ്ങിന് ചാവല്ലേട്ടാ. ഡാ ആ 234. സർ എന്നാ ഞാൻ ഇറങ്ങട്ടെ. സാം, ശരി, കാണാം. സാം. എന്നാൽ ആരായിരിക്കും ഓർഡർ ചെയ്തത്?